ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണോ? നിക്ക് ഈ വീഡിയോയും കൂടി ഒന്ന് കണ്ടേരെ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ നല്ല അടിച്ച് പൊളിച്ച് ട്രിപ്പ് ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വെച്ച് ഒരു രാത്രി നമ്മുടെ കാറിൻ്റെ ബാറ്ററി തീർന്നു പോയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ നമ്മൾ വഴിയിൽ കിടക്കുന്ന ആലോചിച്ച് നോക്കി. ആരും വിഷമിക്കണ്ട, ഞാൻ നിങ്ങളുടെ ട്രിപ്പിൻ്റെ മൂഡ് കളയാൻ വേണ്ടി പറഞ്ഞു തുടങ്ങിയതല്ല. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. അവനിതുപോലെ രാത്രിയിൽ വഴിയിൽ കുടുങ്ങിപ്പോയി. പിറ്റേന്ന് ഷോപ്പ് തുറക്കുന്നിടം വരെ ഏതായാലും ബാറ്ററി കിട്ടില്ല. വണ്ടി വഴിയിലിട്ടിട്ട് പോരാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവൻ എന്നെ വിളിച്ചു. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാം. ആർക്കെങ്കിലും അറിയത്തില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി. എന്നാലും ഒരുപാട് പേർക്ക് ഇത് അറിയാമായിരിക്കും. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഒരു ലൈഫ് സേവറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ജംപ് സ്റ്റാർട്ട് കേബിൾ. അതായത് നമുക്കൊരു ട്രിപ്പ് പോകുമ്പോൾ കൂടെ കരുതാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൂളാണ് ഈ ജംപ് സ്റ്റാർട്ട് കേബിൾ. വഴിയിൽ വെച്ച് എപ്പോഴെങ്കിലും നമ്മുടെ ബാറ്ററിയുടെ ചാർജ് തീർന്നു പോവുകയാണെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയുടെ അല്ലെങ്കിൽ വഴി പോകുന്ന ഒരാളുടെ വണ്ടിയുടെ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കേബിളാണ് ഈ ജംപ് സ്റ്റാർട്ട് കേബിൾ. നമുക്ക് ആമസോണിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കേബിളാണ്. നമ്മളൊരു ട്രിപ്പൊക്കെ പോകുന്നതിന് മുമ്പ് സർവീസ് സെൻറ്ററിലൊക്കെ കൊടുത്ത് വണ്ടി മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എങ്കിലിപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിലാണെങ്കിൽ ബാറ്ററിയിൽ ഇതുപോലൊരു ഇൻഡിക്കേഷൻ കാണാം. ഈ റിങ്ങിനകത്തോട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രീൻ കളറാണ് കാണുന്നതെങ്കിൽ ബാറ്ററി ഓക്കെ ആണ്. അതുപോലെ റെഡ് കളറാണ് കാണുന്നതെങ്കിൽ ബാറ്ററി അതിനകത്തൊരു വെള്ളമൊക്കെ ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ വൈറ്റ് കളറാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാറ്ററി ചാർജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഇൻഡിക്കേഷൻ ഇപ്പോൾ വരുന്ന മിക്ക ബാറ്ററികളിലും ഉണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും പ്ലസ് കാണിക്കുന്നത് പോസിറ്റീവ് ടെർമിനലാണ്. തൊട്ടപ്പുറം ഉള്ളത് നെഗറ്റീവ് ടെർമിനലാണ്. ഈ ബാറ്ററിയുടെ ടെർമിനലൊക്കെ ക്ലാവൊക്കെ പിടിച്ച് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രീസില്ലേ, സാധാരണ ഗ്രീസ്, ഈ ഗ്രീസ് ഒന്ന് തൂത്ത് മൊത്തത്തിലൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഗ്രീസ് തൂത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാവൊക്കെ പിടിക്കാതിരിക്കും. ക്ലാവൊക്കെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ഒക്കെ പ്രശ്നങ്ങൾ കാണിക്കും. ചിലപ്പോൾ ഒരു ശകലം ക്ലാവ് മതി നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവാതിരിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഈ ജമ്പർ കേബിൾ എന്ന് ഞാൻ പറഞ്ഞത്. ഒരു വളരെ രണ്ട് സൈഡിലും 2 ക്രോക്കോഡൈൽ കണക്ടേഴ്സ് വരുന്ന ഒരു കണക്ടറാണ്. എൻ്റെ കയ്യിലിരിക്കുന്നതിൽ യെല്ലോയും ബ്ലാക്കുമാണ്. ചിലത് റെഡും ബ്ലാക്കും ആയിരിക്കും കാണിച്ചിരിക്കുന്നത്. ഇതിൽ റെഡ് പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യാനുള്ളതും ബ്ലാക്ക് നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോഴും ബ്ലാക്ക് കോമൺ ആയിട്ടും നെഗറ്റീവിലാണ്. യെല്ലോ ആണെങ്കിൽ പോസിറ്റീവ്. നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ കണക്ട് ചെയ്യാം. പക്ഷേ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ രണ്ടും കറക്റ്റായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങളുണ്ടാകും, സ്പാർക്കിങ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. അതായത് റെഡ് കളർ എപ്പോഴും പോസിറ്റീവിലും അല്ലെങ്കിൽ യെല്ലോ കളറാണുള്ളതെങ്കിൽ യെല്ലോ അത് പോസിറ്റീവിൽ കണക്ട് ചെയ്യണം. രണ്ട് വണ്ടിയുടെയും, നമ്മുടെ കാറിൻ്റെയും നമ്മളെ രക്ഷിക്കാൻ വന്ന ആളുടെ കാറിൻ്റെയും പോസിറ്റീവിൽ തന്നെ വേണം കണക്ട് ചെയ്യാൻ. ബ്ലാക്ക് എപ്പോഴും നെഗറ്റീവിലാണ് കണക്ട് ചെയ്യേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ വണ്ടിയിൽ നിർബന്ധമായിട്ടും കരുതേണ്ട ഒരു സാധനമാണ് ഈ ജംപ് സ്റ്റാർട്ട് കേബിൾ. അതുപോലെ തന്നെ നമ്മൾ രക്തമൊക്കെ
നൽകുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വഴിയിൽ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർ, ബാറ്ററി ഡൗൺ ആയി പോയി കിടക്കുന്ന ആൾക്കാർ നമ്മുടെ വണ്ടിയിൽ ബാറ്ററി ഉപയോഗിച്ച് അവരൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരത്തില്ല. നമ്മുടെ വണ്ടിയുടെ ബാറ്ററി കേടായി പോകുന്നോ, നമുക്ക് എന്തെങ്കിലും ഇത് വരുമെന്നോ അങ്ങനെയൊക്കെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കവറിൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഇത് കണക്ട് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. മിക്കവാറും എല്ലാ വാഹനങ്ങളുടെയും നെഗറ്റീവ് ടെർമിനൽ ബോഡിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അതർ എൻഡ് നമ്മുടെ വണ്ടിയുടെ ബോഡിയുടെ മറ്റു ഭാഗങ്ങളിൽ ടച്ച് ആവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. അതുകൊണ്ട് അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേ നമ്മുടെ ഡോണർ വണ്ടിയിൽ കണക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം. ഞാനിതിപ്പോൾ ജസ്റ്റ് എൻ്റെ വണ്ടിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഡാമേജ് ആയ വണ്ടി ഇപ്പോൾ എൻ്റെ അടുത്തില്ല. ഇതിലങ്ങനെ സംഭവം നടന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഏതായാലും ഇതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന്. ഒരു ഡൗട്ട് വരേണ്ട, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് എഴുതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്താണെങ്കിലും നമ്മൾ നമ്മുടെ വണ്ടിയിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നെഗറ്റീവ് ഡിഫക്റ്റീവായിട്ടുള്ള വണ്ടിയുടെ നെഗറ്റീവ് നേരിട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പകരം വണ്ടിയുടെ ബോഡിയിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്യണം. കാരണം അത് സ്പാർക്കിങ് അവോയ്ഡ് ആവും. നമ്മൾ നേരിട്ട് ബാറ്ററിയിൽ അത് കണക്ട് ചെയ്യുന്നത് കാരണം ചാർജുള്ള ഒരു സപ്ലൈയിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന ഒരു നല്ല കാര്യത്തിൽ ഒരു സ്പാർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ ബോഡിയിൽ എവിടെയെങ്കിലും പെയിൻ്റ് ഇല്ലാത്ത എവിടെയെങ്കിലും കണക്ട് ചെയ്താൽ മതി. ശേഷം നമ്മുടെ ഡോണറായിട്ട് വന്ന കാറ് ഒരു 2-3 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിടുക. അപ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററിയിലേക്ക് കുറച്ച് ചാർജ് എത്തും. അതിനുശേഷം നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കുക. അത് നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ശ്രമിക്കുക. അപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടാവും. നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞ് പിന്നെ ഉടനെ ഓഫ് ആക്കരുത്. പിന്നെ ഈ കേബിള് നമ്മളിപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പിൻ്റെ തന്നെ റിവേഴ്സ് പ്രോസസ്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കേബിള് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് ഏറ്റവും ആദ്യം ചെയ്യുന്ന രീതിയിൽ റിമൂവ് ചെയ്യുക. പിന്നെ നമ്മുടെ വണ്ടി ഇത് കഴിഞ്ഞ ഉടനെ ഓഫ് ചെയ്തത് കാരണം ബാറ്ററി ഓൾറെഡി വീക്കാണ്. നമ്മളെങ്ങനെയും വീട്ടിൽ എത്താനുള്ള പരിപാടി നോക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ രാവിലെ ബാറ്ററി മാറാനുള്ള ഒരു ഓപ്ഷൻ നോക്കുക. ഇത് നമുക്കൊരു സ്ഥിരം പരിപാടിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. എന്തായാലും ബാറ്ററി മാറിയേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കേബിൾ ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് നാളായിട്ട് എടുക്കാതിരുന്നതുകൊണ്ട് അതിൽ ക്ലാവൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ കണക്ടറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഗ്രീസൊക്കെ അപ്ലൈ ചെയ്ത് എപ്പോഴും നമുക്ക് എപ്പോഴും എടുക്കുന്ന ഒരു സാധനം അല്ലാത്തതുകൊണ്ട് തന്നെ, പക്ഷെ ഒരു ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഈ സാധനം വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രീസൊക്കെ തേച്ച് ഇതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. ആമസോണിൽ നോക്കിയപ്പോൾ ഇതുപോലെ ഒരുപാട് കേബിൾസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ജംപ് കേബിൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ അത്യാവശ്യം ലെങ്ത് ഒക്കെയുള്ള കേബിൾ നമുക്ക് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ഒരു വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിട്ട്
അതിലേക്ക് കേബിൾ വലിക്കാനൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. അതിൻ്റെ ലെങ്തൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക. ഇതേ ആവശ്യം തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു വേറൊരു ഡിവൈസ് കൂടെ ഞാൻ ആമസോണിൽ കണ്ടു. അതായത് നമ്മൾ മാത്രമാണ് യാത്ര ചെയ്യുന്നത്, കൂടെ ഫ്രണ്ട്സൊന്നും ഇല്ലല്ലോ, വഴിയിൽ വേറെ ആരെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജംപ് സ്റ്റാർട്ട് കേബിൾ യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം വേറൊരു വണ്ടി നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ, നമുക്ക് ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ മാത്രമുള്ളെങ്കിൽ ഇതുപോലുള്ള ഒരു ഡിവൈസ് വാങ്ങിച്ച് കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ല കാര്യമായിരിക്കും. ഇതൊരു പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്തൊരു എയർ പമ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും വഴിയിൽ പഞ്ചറായി കിടക്കുകയൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആവശ്യത്തിൽ നമുക്കിത് യൂസ് ചെയ്യാം. നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാനും അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ജംപ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ ആവശ്യമില്ലാതെ തന്നെ ഇതിലെ ചാർജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വളരെ ഉപയോഗമുള്ളൊരു സാധനമാണ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, കേബിൾ പോലെ അത്ര ചീപ്പല്ല. അതുകൊണ്ട് നമുക്കിത് വാങ്ങാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണം വാങ്ങിച്ച് കൈ വെക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജംപ് സ്റ്റാർട്ട് മാത്രമല്ല, ഇതിൽ പവർ ബാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ കാറ്റൊക്കെ കുറഞ്ഞു പോയാൽ വളരെ ചെറിയ ഡിവൈസ് ആണെങ്കിൽ പോലും നമുക്ക് വണ്ടിയുടെ ടയറൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ പോസിബിൾ ആണെങ്കിൽ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഒരെണ്ണം വാങ്ങിച്ച് കൈ വെക്കുന്നത് നല്ല കാര്യമാണ്. അതായത് കൂടെ ആരും ഇല്ലെങ്കിൽ പോലും, വേറൊരു വണ്ടി ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ പെട്ടുപോയെങ്കിൽ പോലും നമുക്കിത് ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല, ധൈര്യമായിട്ട് ട്രിപ്പ് പോയിട്ട് വരൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രണ്ടിന് വീഡിയോ ഷെയർ ചെയ്യാനും മടിക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.